വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെടിയേറ്റ ഇൻഹെങ്ങിനെ കാണാൻ യുവാൻ നോർത്ത് വില്ലയിലേക്ക് വന്നെങ്കിലും ഷിയാവു അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഇതേ സമയം സ്വന്തം വിധിയെ പഴിക്കുകയാണ് വാൻവാൻ. താൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചതെന്നോർത്ത് ദുഃഖിച്ച് അവൾ ഇൻഹെങ്ങിൻ്റെ നെറ്റിയിൽ ചുംബിക്കുന്നു. താഴെ സെങ്കാവോൻ്റെ ആളുകൾ വന്നപ്പോൾ അവർക്ക് ഇൻഹെങ്ങിനെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് അവൾ താഴേക്ക് വരുന്നു. ഇൻഹെങ്ങിനെതിരെയുള്ള ലുക്കൗട്ട് നോട്ടീസ് അവർ വാൻവാനെ മാത്രം കാണിക്കുന്നു. അതില്ലാണ്ടാവണമെങ്കിൽ വാൻവാൻ ഇൻ കൊട്ടാരത്തിലേക്ക് പോകണമെന്നായിരുന്നു നിബന്ധന. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവർക്കൊപ്പം പോകുന്നു. തേർഡ് മാസ്റ്റർക്ക് വയ്യാത്തതിനാൽ ഇനി തനിക്ക് സെങ്കാവോനെ മതിയെന്ന് വാൻവാൻ കള്ളം പറയുന്നു. ഇത് വിശ്വസിച്ച് യുവാൻ അവളെ അടിക്കുന്നു. അവരോടൊപ്പം കാറിൽ പോകാതെ അവൾ നടക്കുന്നു. വഴിയിലുണ്ടായിരുന്നവർ രക്തത്തിൽ പുതഞ്ഞ വസ്ത്രം ധരിച്ച അവളെ നോക്കി പല കമൻസും അടിക്കുന്നു. ഇൻ കൊട്ടാരത്തിലെത്തിയ അവൾ സെങ്കാവോനെ കാണുന്നു. ശേഷം അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ. വിവാഹ ദിവസം എന്തോ ആപത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഷിയാക്യുവിൻ്റെ തോഴി പറഞ്ഞ് വാൻവാൻ നേരത്തെ അറിഞ്ഞിരുന്നു. വാൻവാനെ സ്വന്തമാക്കാനുള്ള പുറപ്പാടിലാണ് സെങ്കാവോ. ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് ഇൻഹെങ്ങിനോടുള്ള വെറുപ്പ് കാരണം. അവൻ അവൾക്ക് മദ്യം കുടിക്കാൻ കൊടുക്കുന്നു. അവളുടെ ദേഹത്തു കൂടി അവൻ്റെ ഗ്ലാസ്സിലുള്ള മദ്യം ഒഴിക്കുന്നു. അവൾക്ക് താമസിക്കാൻ തേർഡ് അങ്കിളുടെ മുറി തന്നെ മതി, അയാൾ ഇനി തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്ന സെങ്കാവോൻ്റെ സീനിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.